ഒന്നും പറയണ്ട, അല്ല അടിപൊളി മഴ. പെട്ടെന്ന് ഇങ്ങോട്ട് കോരിച്ചൊരിയുന്ന രീതിയിലുള്ള മഴ കേട്ടോ. ആരടുത്തും കോട്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. ഞാനാണെങ്കിൽ ഇവിടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലില്ലേ, അതിൻ്റെ നേരെ മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ഷോപ്പിൻ്റെ കയറി മുന്നിൽ നിന്നാണ് കയറി നിന്ന് നമ്മളെ തട്ടുകടേൻ്റെ മുമ്പിൽ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിറങ്ങാൻ വിചാരിച്ചൊന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വന്നതാണ്. നല്ല ചൂടുള്ള പൂരി മഴയത്ത് കിട്ടിയാൽ എന്താവും, അത് തന്നെ കഴിക്കാന്ന് വിചാരിച്ചില്ലേ. നല്ല ചൂടോടെ അങ്ങനെ എടുത്തിരുന്നു. പിന്നെ കറി എന്തൊക്കെയുള്ളതൊക്കെ നോക്കിയപ്പോൾ കുറേ ഐറ്റംസൊക്കെ അവിടെ ഉണ്ട്. ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെന്താ ബോട്ടിയോ പാർട്സ് പൊരിച്ച പാർട്സ് കറി അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് പറഞ്ഞു. നല്ല ചെറിയ ചെറിയ പീസ്, വലിയ പീസൊന്നുമില്ല, ചിക്കൻ പൊരിച്ചുണ്ട്. പിന്നെ നമ്മളെ മുട്ട റോസ്റ്റ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറിയ തട്ടുകട നമ്മളെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന് നേരെ മുമ്പ് രാത്രി തുറക്കുന്ന സംഭവമല്ലേ. ഫുഡ് വെള്ളപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ എന്തായാലും പൂരിൻ്റെ മുകളിലേക്കാണ് കണ്ടു വന്നത്, ചൂടുള്ള കണ്ടു. പിന്നെ ഓംലെറ്റ് അടിക്കുന്നുണ്ട്. ഗ്രീൻ പീസ് കണ്ടപ്പോൾ അത് കഴിച്ചു നോക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴയാണ്, മൊത്തത്തിൽ അലമ്പാണ് മഴ. അപ്പോൾ എന്തായാലും പൂരിയാക്കാം. അതിനിടയ്ക്കാണ് ബോട്ടീൻ്റെ പരിപാടി ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല തിക്ക് റോസ്റ്റിൻ്റെ ബോട്ടി. വാ കഴിക്കുക. ഞാൻ തന്നെ ആദ്യം തുടങ്ങട്ടോ. ഞാനും വൈഫും ഉണ്ട്. എനിക്ക് സംഭവം വിശപ്പൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കയറിയെന്നാണ്. ചൂടുള്ള പൂരി അത് കണ്ടപ്പം തന്നെയാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. അതേപോലെ ചിക്കൻ പൊരിച്ചോ, ചപ്പൊക്കെ സെറ്റാണ്. വിശപ്പില്ല സംഭവം, മഴക്ക് കയറി നിന്നതിനെ കൊണ്ട് കഴിക്കുകയാണ്. അപ്പോൾ ഓക്കെ കേട്ടോ. ശേഷം എന്തായാലും നല്ലൊരു ഓംലെറ്റും അടിച്ചിട്ടുണ്ട്. തട്ടുകടയിൽ വന്നാൽ എന്തായാലും ഓംലെറ്റ് അതൊരു നിർബന്ധം. സംഭവം നല്ല മഴയത്ത് ആ ഒരു ചൂട് ഫുഡ് കഴിക്കുന്ന ആ ഒരു സുഖമൊക്കെ തന്നെയുള്ളൂ കേട്ടോ. ഉണ്ടല്ലേ ആവി പറക്കുന്ന ഒരു രസമാക്കാൻ വേണ്ടി ഉള്ളൊരു കഴിക്കൽ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അത് ലൊക്കേഷൻ നേരത്തെ പറഞ്ഞല്ലോ, മെഡിക്കൽ കോളേജിന് നേരെ മുന്നിലായിട്ട് വരും, ആ ഗേറ്റിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. അപ്പോൾ മഴയൊക്കെ നിന്നിട്ടുണ്ട്, ഏകദേശം ഒരു 3/4 മണിക്കൂറോളം അവിടെ കുടുങ്ങിയിട്ടോ മഴയെല്ലാം കൂടി ആയിട്ട്.